ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബിരിയാണി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്തുള്ള എൻ്റെ കിച്ചണാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടെല്ലാം ഉണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഭാഗമേ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ബിരിയാണിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വിചാരിച്ചു ബിരിയാണി തന്നെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് ചെമ്മീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നല്ല വലിയ സൈസിലുള്ള ചെമ്മീനാണ്. ഇനി നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. ചെമ്മീൻ വൃത്തിയാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ കാണിച്ചു തരാം. പുറം ഭാഗം ഉണ്ടല്ലോ, ഒരു നരമ്പ് പോലെ കാണും. അതും പിന്നെ തലിൻ്റെ ഭാഗം കാഷ്ടം കാണും. അത് രണ്ടും നന്നായിട്ട് ക്ലീൻ ആക്കണം. ചെമ്മീൻ നല്ലപോലെ കഴുകിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഉപ്പിൻ്റെ പൊടിയും 4 ടേബിൾ സ്പൂൺ വിനേഗറും ചേർത്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം വീണ്ടും കഴുകിയെടുത്തു. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടേബിൾ സ്പൂൺ മീൻ ബിരിയാണിയുടെ മസാല ഉണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി മസാല പേസ്റ്റും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 കപ്പ് തൈര്, 1 ടേബിൾ സ്പൂൺ വിനേഗർ. ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി അരമണിക്കൂർ വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഈ ചെമ്മീനിട്ട് ഏകദേശം മീഡിയം തീയിൽ 3 മിനിറ്റ്, കൂടുതൽ സമയം കുക്ക് ചെയ്യാൻ പാടില്ല. ചെമ്മീൻ നല്ലപോലെ ഹാർഡായി പോവും. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് വേറൊരു പാത്രത്തിൽ ഞാനുണ്ടല്ലോ സവാള ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. 5 സവാള ഗോൾഡ് കളറായി ഫ്രൈ ആക്കി എടുക്കണം. ബാക്കിയുള്ളത് എല്ലാം ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ വലിയ സൈസിലുള്ള 2 തക്കാളിയും 8 മീഡിയം സൈസിലുള്ള പച്ചമുളക് ഉണ്ടല്ലോ, അതും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം മല്ലിയിലയും പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്ത കസ്കസും 50 ഗ്രാം കാഷ്യൂനട്ട് അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ്. അപ്പോൾ അത്രയും കൂടി ചേർത്ത് വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ചെമ്മീൻ നല്ല പോലെ കുക്കായി കിട്ടും. അപ്പോൾ ചെമ്മീൻ കൂടുതൽ കുക്കായാൽ കൂടുതൽ ഹാർഡായി പോകും. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഫ്രൈ ആയി കിടക്കുന്ന ഈ ചെമ്മീൻ എണ്ണയിൽ നിന്നും വാങ്ങണം. എന്നിട്ട് ഇതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ എണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഗ്രാമ്പു, പട്ട, ഏലക്ക, അതേപോലെ ചെറിയ ജീരകം, വലിയ ജീരകം, പിന്നെ ജാതിപത്രി, ജാതിക്ക, എല്ലാ ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയിട്ട് മൂപ്പിച്ചതിന് ശേഷം അരച്ച് വച്ചിരിക്കുന്ന തക്കാളി കാഷ്യൂനട്ട് പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് മീഡിയം തീയിൽ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ അല്പം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ബിരിയാണി പൊടി ഉണ്ടല്ലോ, ബിരിയാണി മസാല പൗഡർ, അത് 1/2 ടേബിൾ സ്പൂണും പിന്നെ 1/2 കപ്പ് തൈരും കൂടി ചേർത്തിട്ട് വീണ്ടും ഈ തൈരും ബാക്കിയുള്ള മസാല ഉണ്ടല്ലോ എല്ലാം നന്നായിട്ട് ഫ്രൈ ആവണം. ആ ഒരു രീതിയിൽ വഴറ്റിയെടുക്കണം. എണ്ണ നല്ല പോലെ തെളിഞ്ഞ് വരണം. എണ്ണ തെളിഞ്ഞ് വന്നാൽ ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇത് നല്ലപോലെ തിള വരുമ്പോൾ ഉണ്ടല്ലോ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം. സവാള കുറച്ച് ഭാഗം ബാക്കി വെക്കണം, നമുക്ക് ദമ്മിടുന്ന സമയത്ത് വേണ്ടി വരും. ബാക്കിയുള്ളത് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മസാല ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അല്പം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ദമ്മിടുന്ന സമയത്ത് നല്ലപോലെ ഡ്രൈ ആയാൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ അല്പം വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ചെറിയ തീയിൽ 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തു. ഈ മസാലയിലേക്ക് ചെമ്മീൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങണം. അതിനുശേഷം ഇതിലേക്ക് നെയ്ച്ചോറ് ചേർത്ത് കൊടുക്കണം. 90% വെന്ത നെയ്ച്ചോറുണ്ടല്ലോ ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കണം. അടിയിൽ പഴയൊരു പാൻ ചൂടാക്കി അതിൻ്റെ മീതെ വേണം ചെമ്മീൻ മസാല വെച്ച പോട്ട് വെച്ച് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവാള ഫ്രൈ ചെയ്ത എണ്ണയുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ 3/4 കിലോ ആണ് ഇവിടെ നെയ്ച്ചോറിൻ്റെ അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ അരിയൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ സവാള ഫ്രൈ ചെയ്തത്, ക്യാരറ്റ്, അതേപോലെ മല്ലിയില, കാഷ്യൂനട്ടും കിസ്മിസ്, കുറച്ച് ഗരം മസാല, ഇതെല്ലാം മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചെറിയ തീയിൽ 20 മിനിറ്റ് ദം ചെയ്തെടുക്കാം. വളരെ സ്വാദിഷ്ടമായ ചെമ്മീൻ ബിരിയാണിയാണ്.
ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തില്ല എങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. 20 മിനിറ്റിന് ശേഷം തീ ഓഫാക്കണം. എന്നിട്ട് 10-15 മിനിറ്റിന് ശേഷമാണ് സെർവ് ചെയ്യേണ്ടത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി റെഡിയായി. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അല്പം ചെമ്മീനും മസാലയും വേറെ കോരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെമ്മീനും കൂടി മുകളിലേക്ക് വെച്ച് കൊടുക്കണം. പിന്നെ ബിരിയാണി വിളമ്പിക്കഴിഞ്ഞാൽ കുറച്ച് മല്ലിയില, അതേപോലെ തന്നെ സവാള ഫ്രൈ ചെയ്തത്, പിന്നെ കാഷ്യൂനട്ടും കിസ്മിസെല്ലാം ഉണ്ടല്ലോ അതെല്ലാം ഫ്രൈ ചെയ്തത്, പിന്നെ കുറച്ച് ക്യാരറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം കൂടി ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കണം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള അടിപൊളി ചെമ്മീൻ ബിരിയാണിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും കാണാം. ബൈ ബൈ.